വർഷം 2019. അന്ന് എനിക്ക് 19 വയസ്സാണ് പ്രായം. എൻ്റെ ബികോം ഫസ്റ്റ് ഇയർ തുടങ്ങിയ കാലഘട്ടം. കോളേജിലേക്ക് വരുന്ന സമയത്ത് എൻ്റെ കൂടെയുള്ള എല്ലാ കൂട്ടുകാർക്കും നല്ല ഫോണുണ്ട്, പലർക്കും ബൈക്കുകളുണ്ട്. പക്ഷെ ആ കാലഘട്ടത്തിൽ ഞാൻ കോളേജിൽ പോയിക്കൊണ്ടിരുന്നപ്പോൾ എനിക്ക് ബസ്സിന് പോകാൻ ഒരു 20 രൂപയും എൻ്റെ കയ്യിൽ ഫോണും ബൈക്കൊന്നും ഇല്ലായിരുന്നു ആ സമയത്ത്. എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഞാൻ വളരെ യൂസ്ലെസ് ആയിരുന്നു. ചെറിയൊരു പനി വന്നാൽ പോലും എൻ്റെ വീട്ടുകാർക്ക് എന്നിൽ നിന്നൊന്നും പ്രതീക്ഷിക്കാൻ വേണ്ടി ഒന്നും ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടില്ല. പക്ഷെ അവിടെ നിന്ന് 6 ഇയേഴ്സ് ഫോർവേഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ MBA ഫിനിഷ് ചെയ്തു. ട്രിവിയം സ്റ്റോറീസ് എന്ന് പറയുന്ന ഒരു ഇവന്റ് മാനേജ്മെന്റ് കമ്പനിയുടെ കോ ഫൗണ്ടറാണ് ഞാൻ. ശുദ്ധചക്ര എന്ന് പറയുന്ന ഒരു സ്റ്റീംഡ് ഫുഡ് ബിസിനസിന്റെ കോ ഫൗണ്ടറാണ് ഞാൻ. പിന്നെ ഞങ്ങൾക്ക് ഒരു ക്വാളിറ്റി എന്ന് പറയുന്ന ഒരു ജ്യൂസ് ഷോപ്പും കൂടി ഇപ്പോൾ. ഈ ഒരു ജേർണിയിൽ ഞാനൊരു കോടീശ്വരനൊന്നും ആയെന്നൊന്നും അല്ല പറയുന്നത്. പക്ഷേ അന്നത്തെ എൻ്റെ ഒരു സാഹചര്യത്തിൽ, ജീവിത സാഹചര്യത്തിൽ നിന്ന് കഴിഞ്ഞൊരു 6 വർഷം കൊണ്ട് ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. പേഴ്സണലി പറയുകയാണെങ്കിൽ ഒരുപാട്, അന്നത്തെ ആ പ്രായത്തിൽ നിന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. എൻ്റെ ഒരു വലിയ റിഗ്രറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ജേർണി എനിക്കൊന്ന് ഡോക്യുമെന്റ് ചെയ്യാൻ പറ്റിയില്ല. ചിലപ്പം പല കഥകളൊക്കെ ആയിട്ടായിരിക്കും എനിക്കിത് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നത്. പക്ഷെ എന്നാൽ പോലും ഒരു ജേർണി ആയിട്ട് എനിക്കത് കാണിച്ചു കൊടുക്കാനോ അല്ലെങ്കിൽ ചെയ്യാൻ പറ്റിയില്ല എന്നൊരു വിഷമം എനിക്കുണ്ട്. കാരണം ഈ ഒരു 6 വർഷത്തെ ജേർണിയിൽ ഞാൻ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു, ഒരുപാട് കാര്യങ്ങൾ ചെയ്തു, പലയിടത്ത് തോറ്റു, പലയിടത്ത് വിജയിച്ചു. പക്ഷെ വിജയങ്ങളെക്കാട്ടി കൂടുതൽ പരാജയങ്ങളായിരുന്നുവെങ്കിലും അന്നത്തെ എൻ്റെ ജീവിത സാഹചര്യത്തിൽ നിന്ന് ഞാൻ ഇന്ന് ഒരുപാട് മാറിയിട്ടുണ്ട്. പക്ഷെ ഇന്നലെ ഞാനിങ്ങനെ എൻ്റെ അടുത്ത സുഹൃത്തുക്കളായിട്ടിരിക്കുന്ന സമയത്ത് യൂട്യൂബിൽ അനാലിറ്റിക്സ് ഞങ്ങളിങ്ങനെ നോക്കി. നോക്കുന്ന സമയത്ത് യൂട്യൂബ് സജസ്റ്റ് ചെയ്തു ഒരു ഇൻട്രോ വീഡിയോ, ചാനലിന് ഒരു ഇൻട്രോ വീഡിയോ ചെയ്യണം. അങ്ങനെ ഇന്ന് ഞാൻ ജിമ്മിലൊക്കെ ഇരുന്ന് കുറെ ആലോചിച്ചിട്ട് ഐ തോട്ട് ഒരു വീഡിയോ ചെയ്യാം, ഒരു ഇൻട്രോ വീഡിയോ ചെയ്യാം. എന്താണ് ഈ ചാനലിൽ നിന്ന് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത്, എൻ്റെ കഥ എന്തായിരുന്നു, ഞാൻ എങ്ങനെ ഇതുവരെ എത്തി. എൻ്റെ കഥ കൊണ്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് പലർക്കും ഒരു 90-95% ആളുകൾക്കും പ്രത്യേകിച്ച് യൂസ് ഒന്നും ഉണ്ടാവണമെന്നില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു ജീവിത സാഹചര്യത്തിൽ നിന്ന് എന്നെപ്പോലെ ഒരു വ്യക്തിക്ക് ഇത്രയും സമയത്തിനുള്ളിൽ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ഒരാൾക്കെങ്കിലും അതൊരു ഇൻസ്പിറേഷൻ ആവുകയാണെങ്കിൽ ഐ തിങ്ക് ഇങ്ങനൊരു സ്റ്റോറി ഡിസേർവ്സ് ഇങ്ങനൊരു വീഡിയോ. കാരണം ഞാൻ ഇന്ന് വരെ ചെയ്ത കാര്യങ്ങളെല്ലാം എൻ്റെ സ്വപ്നങ്ങളിൽ നിന്ന്, എൻ്റെ ഹാർഡ് വർക്കിൽ നിന്ന് ഉണ്ടായി വന്നതാണ്. ഞാനിങ്ങനെ സ്കൂളിൽ വലിയ പഠിപ്പിയോ കാര്യങ്ങളോ ഒന്നും അല്ലായിരുന്നു. ബട്ട് എന്നെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ ഐ തിങ്ക് പലർക്കും പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും. സോ യാ, എൻ്റെ കഥയൊന്ന് കേട്ടിട്ടോ. ജീവിതകഥ പറയുമ്പം ഞാനിങ്ങനെ ആലോചിക്കുന്നത് ഒരു ടേണിംഗ് പോയിന്റ് എല്ലാവരുടെയും ലൈഫിൽ ഉണ്ടാവാറില്ലേ. എൻ്റെ ഒരു ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു APJ അബ്ദുൽ കലാം മരിച്ചൊരു വർഷം 2015. അന്ന് ഞാൻ 9ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. അന്ന് ഈ TV-യിലും അന്ന് വീട്ടിൽ TV ഒക്കെ ഉള്ളൂ. അപ്പൊ TV-യിൽ ഇങ്ങനെ ന്യൂസ് വരുന്നുണ്ട്, ഇന്ന് സ്കൂൾ അവധിയാണ്. സത്യം പറഞ്ഞാൽ അന്നത്തെ അജിന് അതുപോലും തിരിച്ചറിയാനുള്ള ഒരു ബുദ്ധിയില്ലാതെ ഞാനൊരു ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ട്, പുള്ളി ആരെന്നൊന്നും എനിക്കറിയില്ല, അന്ന് ആരാണ്, പുള്ളി എന്തൊക്കെ ചെയ്തിട്ടുണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. ആ പ്രായത്തിൽ ഞാനിങ്ങനെ ഒരു പോസ്റ്റ് ഇട്ട്, ഇവിടെ പോസ്റ്റിന്റെ എക്സാക്ട് വേർഡിങ്സ് ഞാൻ മറന്നു. പക്ഷെ അതിലെ കണ്ടന്റ് എന്ന് പറയുന്നത് ഒരാളിങ്ങനെ മരിച്ചു, നമുക്ക് അവധി കിട്ടി, അതായിരുന്നു അതിന്റെ ഒരു കണ്ടന്റ്. അപ്പം ഇത് കണ്ടിട്ട് എന്റെ ചേച്ചി എന്നെ അപ്പൊ തന്നെ വിളിച്ചു, ഫോണിൽ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞ്, നീ എന്തോ മണ്ടത്തരമാണ് കാണിച്ചിരിക്കുന്നത്, നിനക്ക് ഇത്രയും ബുദ്ധിയില്ലേ, അങ്ങനത്തെ രീതിയിലൊക്കെ ഒരു സംസാരം ഉണ്ടായി. അന്ന് ഞാൻ തിരിച്ചറിഞ്ഞ്, ഞാൻ ഇത്രയും മണ്ടത്തരമൊന്നും ആ പ്രായത്തിൽ എല്ലാവരും കാണിച്ചിട്ടുണ്ടാവണമെന്നില്ല. പക്ഷെ എനിക്ക് അത്ര പോലും ബുദ്ധിയില്ലായിരുന്നു. അങ്ങനെ ഞാൻ ആ പോസ്റ്റ് ഡിലീറ്റ് ചെയ്തു. നമ്മൾ ഈ ലൈഫൊക്കെ റീതിങ്ക് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ടില്ലേ, അതേപോലെ ഞാനൊന്ന് ഇരുന്ന് എന്റെ ലൈഫിനെ പറ്റിയൊക്കെ ഒന്ന് റീതിങ്ക് ചെയ്യാൻ തുടങ്ങി. അപ്പൊ ആ സമയത്ത് എന്റെ അച്ഛനെന്ന് പറയുന്നത് ഈ ടൈൽസിന്റെ ഒക്കെ ജോലിയാണ്, ഗൾഫിലാണ്, ഇവിടെ അല്ല ഗൾഫിലാണ്. അമ്മ ഹൗസ് വൈഫാണ്, അമ്മ പുറത്തു പോകാറോ കാര്യങ്ങളോ ഒന്നുമില്ല. ഒറ്റ വരുമാനം എന്ന് പറയുന്നത് അച്ഛന്റെ മാത്രമാണ്. അപ്പം അച്ഛന്റെ ഒരു വരുമാനത്തിലാണ് ഞാനും എനിക്കൊരു അനിയത്തിയുണ്ട്, അവളും ഞാനും അങ്ങനെ ജീവിത കാര്യങ്ങളൊക്കെ ആയിട്ട് പൊയ്ക്കൊണ്ടിരുന്നത്. പക്ഷെ എത്ര പൈസ ഇല്ലെന്ന് പറഞ്ഞാലും അവര് നമ്മളെ നല്ലൊരു സ്കൂളിൽ വിട്ടാണ് അവര് നമ്മളെ പഠിപ്പിച്ചത്. അപ്പൊ അതിലെനിക്ക് ഭയങ്കര ഒരു ഗ്രേറ്റ്ഫുൾ ഫീലിംഗ് ഉണ്ട്. പക്ഷെ എന്നാലും ആ സമയത്ത് എനിക്കായിട്ട് അവർക്ക് വേണ്ടി ഒന്നും ചെയ്തു കൊടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പൊ അതിന്റെ വിഷമവും ഈ ചേച്ചി പറഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഞാൻ സത്യം പറഞ്ഞ ഒരുപാട് ലൈഫിനെ പറ്റി റീതിങ്ക് ചെയ്യാൻ തുടങ്ങി. എന്നിട്ട് എനിക്ക് തോന്നുന്നു അന്നൊക്കെയാണ് ഈ 29 രൂപയ്ക്ക് 150 MB നെറ്റൊക്കെ കിട്ടുന്ന ഒരു സമയം. അപ്പോൾ എൻ്റെ വീടിന്റെ അപ്പുറത്തൊരു മാമനുണ്ട്, ജലീൽ എന്ന് പറയും. പുള്ളി ഇപ്പൊ കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. പുള്ളിയുടെ വൈഫൈയുടെ പാസ്വേഡ് എനിക്ക് എങ്ങനെയോ കിട്ടി. അങ്ങനെ പുള്ളിയുടെ വൈഫൈയുടെ പാസ്വേഡ് ഉപയോഗിച്ച് ഞാൻ യൂട്യൂബില് വീഡിയോസ് കാണാൻ തുടങ്ങി. ആദ്യം ഞാൻ അടിച്ച് നോക്കിക്കൊണ്ടിരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹൗ ടു വീഡിയോസ് ഉണ്ടല്ലോ, ഹൗ ടു മേക്ക് മണി, വാട്ട് ഇസ് മണി, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കി തുടങ്ങി. സത്യം പറഞ്ഞാൽ എന്റെ പഠനം മൊത്തം സ്കൂളിൽ ചുമ്മാ പോകുമായിരുന്നു, ബയോമാക്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഞാൻ ഇതുവരെ അതൊന്നും പഠിച്ചിട്ടില്ല. പക്ഷെ അന്ന് ഞാനിങ്ങനെ കാശിനെ പറ്റിയൊക്കെ പഠിച്ചു തുടങ്ങി.
പഠിച്ചു തുടങ്ങിയെങ്കിലും എനിക്ക് പ്രത്യേകിച്ച് റിസോഴ്സോ അല്ലെങ്കിൽ ഇതിങ്ങനെയാണ് ചെയ്യേണ്ട അങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തരാനോ കാര്യങ്ങളോ ആരൊന്നും ഇല്ലായിരുന്നു. ആക്ച്വലി ആ സമയത്ത് ഞാൻ ഒരുപാട് റിസർച്ച് ചെയ്തു. 9, 10, 10 ഞാൻ വേറൊരു വീഡിയോയിൽ അതിന്റെ ഒരു കഥ പറഞ്ഞിട്ടുണ്ട്. 10ാം ക്ലാസ് എനിക്ക് 88% മുകളിൽ മാർക്ക് ഉണ്ടായിരുന്നു. അതിനുശേഷം വീട്ടിൽ ഒരുപാട് പ്രഷർ ഉണ്ടായിരുന്നു. അവര് എന്നെ ഒരു ഡോക്ടർ ആക്കണം എന്നുള്ളൊരു പൂർണ്ണ തീരുമാനത്തിലായിരുന്നു. അങ്ങനെ +1 അവിടെ നിന്ന് തന്നെ എനിക്ക് ഇത്രയും മാർക്ക് ഉള്ളതുകൊണ്ട് അവിടെ തന്നെ CBSE സ്കൂളിൽ അഡ്മിഷൻ കിട്ടി. പെട്ടെന്നായിരുന്നു അതൊക്കെ. പക്ഷെ എനിക്ക് പറ്റുന്നില്ല. പിന്നെ +2 ആയപ്പോഴത്തേക്ക് വേറെ കുറെ പ്രശ്നങ്ങൾ, റിലേഷൻഷിപ്പ് പരിപാടി, അതെല്ലാം കൂടെ ആയിട്ട് എല്ലാം ഫ്ലോപ്പായി. +2 നല്ല രീതിയിൽ മാർക്ക് പറഞ്ഞ് അച്ഛനെ ഞാൻ വിളിച്ച് പറഞ്ഞു, കുറച്ച് ധൈര്യമൊക്കെ സംഭരിച്ച് അച്ഛനെ വിളിച്ച് പറഞ്ഞു എനിക്കിത് പറ്റത്തില്ല, എനിക്ക് പറ്റുന്ന ഫീൽഡ് അല്ല. അപ്പൊ അന്ന് ഭയങ്കര വീട്ടിൽ നിന്നൊക്കെ ഭയങ്കര ഇതായിരുന്നു, ഇനി നീ എന്ത് ചെയ്യും, നിന്റെ ലൈഫ് എങ്ങനെയായിരിക്കും, നിനക്ക് മാർക്കില്ല, നിനക്ക് ഇനി എവിടെയെങ്കിലും അഡ്മിഷൻ കിട്ടുമോ, അങ്ങനെ കുറെ പ്രശ്നമായി. സത്യം പറഞ്ഞ അച്ഛൻ അവിടെ ഒരു നെഞ്ചുവേദനയൊക്കെ വന്നു. അങ്ങനെ അവിടെ ഗൾഫിലെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റും കാര്യങ്ങളും ഒക്കെ ആയി. ആക്ച്വലി അന്ന് കുറച്ച് അധികം പ്രഷർ ഉണ്ടായിരുന്നു. പിന്നെ ഒരു 1-1.5 മാസം നമുക്ക് ഈ റിസൾട്ട് വന്നതിന് ശേഷം അലോട്ട്മെന്റ് എന്നൊക്കെ പറഞ്ഞൊരു ഡിലേ. ആ സമയത്തിന് എല്ലാവരും ഒക്കെ ഒന്ന് തണുത്തു. ഞാൻ പിന്നെ BCom പഠിക്കാം വേഴ്സൺ കോളേജിൽ ചെമ്പഴന്തി. അപ്പോഴും ഞാൻ ഈ പറയുന്ന പോലെ റിസർച്ചുകളൊക്കെ നടക്കുന്നുള്ളൂ. ഞാനായിട്ടൊന്നും ഒരു ഇനിഷ്യേറ്റീവ് എടുത്തൊന്നും ചെയ്തിട്ടൊന്നുമില്ല. അതിനുള്ള ധൈര്യമൊന്നും എനിക്ക് അങ്ങനെ ഒരു ബാക്ക് ചെയ്യാനുള്ള ഒരു ഇതോ അല്ലെങ്കിൽ കാശായിട്ടോ ഒന്നും എൻ്റെ ഇല്ല. ഒന്നുമില്ല, കാശായിട്ടൊന്നും ഇല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂളിൽ അല്ലെ കോളേജിൽ പൊക്കോണ്ടിരുന്നത് ഒരു 20 രൂപയുടെ ബസ് ടിക്കറ്റിനാണ്. പലപ്പോഴും ഞാൻ പകുതി വെച്ച് നടന്ന് തീർത്തിട്ട് ജ്യൂസൊക്കെ മേടിച്ച് കുടിക്കുമായിരുന്നു. അതായിരുന്നു അപ്പോഴത്തെ ഒരു ഇതെന്ന് പറയുന്നത്. അതേസമയം എൻ്റെ കൂടെ പഠിക്കുന്ന കുട്ടികൾക്ക് ബൈക്കുണ്ട്, അവർക്ക് പലർക്കും ഫോണ് കാര്യങ്ങളുണ്ട്. എനിക്ക് ഫോണൊന്നും ഇല്ല സെക്കൻഡ് ഇയർ വരെ. എൻ്റെ വലിയമ്മ അങ്ങനെ ഒരു പ്രാവശ്യം നാട്ടിൽ വന്ന സമയത്ത് എനിക്ക് ഡ്രസ്സ് മേടിക്കാൻ ഒരു 2000 രൂപ തന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് ആ ദിവസം ഇന്നും ഓർമ്മയുണ്ട്. ആ പൈസ ഞാൻ ഉപയോഗിച്ചില്ല, മാറ്റി വെച്ചു, ഒളിപ്പിച്ചു വെച്ചു. ആരെയും കാണിക്കാതെ ഒളിപ്പിച്ചു വെച്ചു. കാരണം കാണിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അമ്മ എന്നോട് ചോദിക്കും. അതുകൊണ്ട് ആരെയും കാണിക്കാതെ ഞാൻ അത് ഒളിപ്പിച്ചു വെച്ചു. എന്നിട്ട് 2020 ഞാൻ BCom സെക്കൻഡ് ഇയർ പഠിക്കുന്ന സമയത്ത് ഞാൻ ഈ പറയുന്ന എല്ലാ കാലഘട്ടത്തിലും ഞാൻ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പഠിക്കുന്നുണ്ടായിരുന്നു. ഒന്നും ചെയ്തിട്ടില്ല അതുവരെ. ഞങ്ങളുടെ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ചേർന്ന് ടർഫിൽ ഒന്ന് ഫുട്ബോൾ കളിക്കാൻ പോകാനായിട്ട് ഒരു പ്ലാൻ ഇട്ടു. സർവ്വതയിലാണ് ഞാൻ പഠിച്ചത്. അവിടുത്തെ എല്ലാവരും കൂടെ ഒന്ന് ഫുട്ബോൾ കളിക്കാൻ പ്ലാൻ ഇട്ടു. ഞാൻ പലരിൽ നിന്നും ഒഴിഞ്ഞു മാറി നിന്നൊക്കെയാണ് ഈ പഠനങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്തത്. അപ്പം എനിക്ക് അറിയായിരുന്നു എന്തെങ്കിലുമൊക്കെ അവസരങ്ങൾ വേണമെങ്കിൽ കൂടെ ആളുകൾ വേണം എന്നുള്ളൊരു ചിന്തയിൽ നിന്ന് ഞാനൊരു തീരുമാനം എടുത്തു. ഇന്ന് പോയിട്ട് തിരിച്ചു വരുമ്പം എന്തെങ്കിലും ഒരു കാര്യം, ഒരു ഓപ്പർച്യൂണിറ്റി ഇല്ല ഞാൻ തിരിച്ചു വരത്തില്ല. അങ്ങനെ അമ്മയുടെ 50 രൂപ മേടിച്ച് നമ്മുടെ രോഹിത്തിന്റെ ബൈക്കിൽ കയറി ഞങ്ങൾ എല്ലാവരും കൂടെ ടർഫിൽ കളിക്കാൻ പോയി. ആക്ച്വലി അന്നത്തെ കളി കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്ത് ഞാൻ പറഞ്ഞ ഈ മാനിഫെസ്റ്റേഷൻ എന്നൊക്കെ പറയുന്ന പോലെ ഞാൻ അവിടെ ഒരു ഓപ്പർച്യൂണിറ്റി കണ്ട്. ടർഫിൽ പോയിട്ട് കളിയുടെ ഇടയിൽ ഇങ്ങനെ കുറെ സംസാരങ്ങളും കാര്യങ്ങളൊക്കെ വന്നപ്പം അവരിനി എന്താ ചെയ്യാൻ പോകുന്നത്, ഞാനിനി എന്താ ചെയ്യാൻ പോകുന്നതൊക്കെയുള്ള സംസാരങ്ങൾ വന്നു. അപ്പൊ എൻ്റെ ഒരു അടുത്ത സുഹൃത്തായ ആദിൽ എന്ന് പറയും, അവനിങ്ങനെ പറഞ്ഞു, അവരിങ്ങനെ ഇപ്പൊ ഒരു ഓപ്പർച്യൂണിറ്റി ചെയ്യുന്നുണ്ട്, നിനക്ക് ഇൻട്രസ്റ്റ് ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു. എനിക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല, നേടാൻ മാത്രമേ ഉള്ളൂ. ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ പറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ആ പറയുന്ന കോൺസെപ്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ 3000 രൂപ വേണമായിരുന്നു. എൻ്റെ കയ്യിൽ 2000 രൂപ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അമ്മേനോട് പോയി ഇങ്ങനെ കാര്യം പറഞ്ഞു. അമ്മ പലപ്പോഴും ചില കാര്യങ്ങളൊക്കെ കേട്ടിരുന്ന് ആദ്യം കുറച്ച് ഇതൊക്കെ ആണെങ്കിലും അമ്മ ഭയങ്കര സപ്പോർട്ടാണ് എല്ലാത്തിനും. അങ്ങനെ അമ്മ ഒരു 1000 കൂടെ തന്ന് അത് വെച്ചിട്ട് ഞാൻ ഈ പരിപാടി സ്റ്റാർട്ട് ചെയ്യണം. അന്നും ഈ പറയുന്ന, ഞാൻ എത്ര വീഡിയോ ഉണ്ടെന്ന് പറഞ്ഞാലും ഈ പറയുന്ന കാര്യം ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. അപ്പോൾ ഒരു ചെറിയ കുട്ടിയെ പോലെ ഇവരുടെ കൂടെ പോയിരുന്ന് എല്ലാ കാര്യങ്ങളും പഠിച്ചു തുടങ്ങി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കൂടെ ജോയിൻ ചെയ്ത പലരും പൈസയൊക്കെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അപ്പോഴും ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. എന്നെ വിശ്വസിച്ച് വരേണ്ട ആവശ്യം ആർക്കും ഇല്ലായിരുന്നു. എനിക്ക് തോന്നുന്നു ഒരു കറക്റ്റ് പറയുകയാണെങ്കിൽ ഒരു 6 മാസം ഞാൻ കുറച്ച് കഷ്ടപ്പെട്ടു. 1 രൂപ പോലും അവിടെ നിന്ന് ഈ പറയുന്ന കമ്പനിയിൽ നിന്ന് 1 രൂപയുടെ പേ ഔട്ട് പോലും വന്നിട്ടില്ല. 6 മാസമായത് നിൽക്കുന്ന ഒരു സമയത്ത് ഒരാള് സത്യം പറഞ്ഞ എൻ്റെ ഒരു പ്രോഡക്റ്റ് വാങ്ങിച്ചു. അന്ന് ഞാൻ സത്യം പറഞ്ഞ ഈ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഫീൽഡിനെ പറ്റി പലതരത്തിലുള്ള റിസർച്ച് ചെയ്ത് പല ഇവന്റ്സിന് പോയി ഞാൻ എന്നെ തന്നെ ഒരുപാട് ഇമ്പ്രൂവ് ചെയ്തു. അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഒരാൾ എൻ്റെ ഒരു പ്രോഡക്റ്റ് മേടിച്ചു. സത്യം പറഞ്ഞാൽ അതിനുശേഷം ഈ വെച്ചടി കയറ്റം എന്നൊക്കെ പറയുന്ന പോലെ ഞാൻ അതിൽ നിന്ന് കുറേ പൈസ ഉണ്ടാക്കി. ഒരു എക്സാക്ട് പറയുകയാണെങ്കിൽ അത് കഴിഞ്ഞൊരു 6 മാസത്തിൽ ഈ കൊറോണയൊക്കെ വന്ന് വിഷയങ്ങളൊക്കെ ആയി നിൽക്കുന്ന സമയത്ത് ഞാൻ ഒരു ബൈക്ക് എടുത്തു. സ്വന്തം പൈസയ്ക്ക്, ലോണിലായിരുന്നു, പക്ഷെ എനിക്ക് സ്വന്തമായിട്ടൊരു ബൈക്ക് എടുക്കാൻ പറ്റി. ഞാനൊരു ഫോൺ മേടിച്ച് ഈ പറയുന്ന ഫീൽഡിൽ നിന്നിട്ടാണ് ഞാൻ തുടങ്ങിയത്. അപ്പം ഒരുപാട് കാര്യങ്ങൾ പഠിച്ച്, ഒരുപാട് കാര്യങ്ങൾ ചെയ്ത്, ഒരുപാട് ആളുകളുമായിട്ട് ബന്ധങ്ങൾ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്, നമ്മൾ ആളുകളുടെ വിശ്വാസം എങ്ങനെ ഉണ്ടാക്കാം, എങ്ങനെയൊക്കെ ആളുകൾ നമ്മളിൽ നിന്ന് മാറിപ്പോകും എന്നൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഈ പറയുന്ന കാലഘട്ടത്തിൽ ഞാൻ പഠിച്ചു.
പിന്നെ കമ്പനിയായിട്ട് ഞങ്ങൾ ഭയങ്കര അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അച്ചീവർ പോലെയൊക്കെ ആയപ്പോഴത്തേക്ക് ഡയറക്റ്റ് MD ഒക്കെ ആയിട്ടൊക്കെ ആയി നമ്മുടെ സംസാരവും കാര്യങ്ങളൊക്കെ. പക്ഷെ എന്തോ അവിടെ നിന്നിട്ടൊരു ഫ്യൂച്ചർ കാണാൻ പറ്റാണ്ട് വന്നൊരു സാഹചര്യത്തിലാണ് ഞാൻ അത് നിർത്തുന്നതിന് അടുത്ത ആഴ്ച തന്നെ സത്യം പറഞ്ഞാൽ ഒരു ബാക്കപ്പോടെയാണ് ഞങ്ങൾ നിർത്തുന്നത്. ഞങ്ങളെന്ന് പറഞ്ഞത് ഞങ്ങൾ 2-3 സുഹൃത്തുക്കൾ ഒരുമിച്ചാണ് നിർത്തുക. ഞങ്ങൾ അത് കഴിഞ്ഞ ഉടനെ ഒരു പടക്കത്തിന്റെ ബിസിനസ് ചെയ്തു. നമ്മുടെ ട്രിവാൻഡ്രത്തൊക്കെ ഉള്ളവർക്ക് അറിയാം, പേട്ട ഭാഗത്തായിട്ടൊരു വലിയ കടയൊക്കെ ഞങ്ങൾ റെന്റ് എടുത്ത് പടക്കത്തിന്റെ പരിപാടി ചെയ്തു. അതും പുതിയൊരു റിഫ്രഷിങ് ഫീലായിരുന്നു. കാരണം അതുവരെ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളല്ല. അതിൽ നിന്ന് ഞങ്ങൾ കുറച്ച് പൈസ ഉണ്ടാക്കി. അവിടെ നിന്ന് ഒരു ഫ്രൂട്ട്സിന്റെ കച്ചവടം ചെയ്തു. സത്യം പറഞ്ഞാൽ അതിനുശേഷം ഒരുപാട് ചെറിയ കാര്യങ്ങൾ ചെയ്ത് കുറച്ച് കാശുണ്ടാക്കി. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞാൻ ജിമ്മിലൊക്കെ ഒന്ന് ജോയിൻ ചെയ്യുന്നത്. ജിമ്മിൽ ജോയിൻ ചെയ്തപ്പോൾ അവിടെ വെച്ച് ഞാൻ പ്രവീൺ എന്ന് പറയുന്ന ഒരു കരിയർ കൗൺസിലറുണ്ട്. പുള്ളീനെ ഞാൻ പരിചയപ്പെടുന്ന ജിമ്മിൽ വെച്ചിട്ടാണ്. പുള്ളി സത്യം പറഞ്ഞാൽ എൻ്റെ ലൈഫിൽ ഒരുപാട് വേറെ തരത്തിലുള്ള ഒരു മാറ്റം കൊണ്ടുവരാൻ എന്നെ സഹായിച്ചു. ആ സമയം BCom കഴിഞ്ഞു. എല്ലാവരും അടുത്തൊരു ഡിഗ്രി എന്നൊക്കെ പറഞ്ഞ് പോകുമ്പോഴത്തേക്കും ഞാൻ ഇങ്ങനത്തെ ചെറിയ കാര്യങ്ങളാണ് പറയുന്ന. ഫ്രൂട്ട്സ് എന്നൊക്കെ പറയുന്നത് കാശ് കിട്ടും, പക്ഷെ അതൊക്കെ ചെറിയ കാര്യങ്ങളാണ്. നമുക്ക് ഒരിക്കലും റിലയബിൾ ആയിട്ടുള്ള ഒരു ബിസിനസ് അല്ല അത്. ഇന്ന് കാശ് കിട്ടുമെങ്കിൽ ചിലപ്പോൾ അടുത്ത ആഴ്ച കിട്ടണമെന്നില്ല, ഇന്ന് കിട്ടിയെന്ന് പറഞ്ഞാൽ അന്ന് കിട്ടണമെന്നില്ല. അങ്ങനത്തെ ഒരു ബിസിനസ്സാണ്. അപ്പൊ പുള്ളി എന്നെ ഇങ്ങനെ ഒരു വലിയ ഒരു അസസ്മെന്റും അനലൈസും ഒക്കെ ചെയ്തിട്ട് പറഞ്ഞു, മോനെ നീ പുറത്ത് പോകണ്ട, നീ ഇവിടെ തന്നെ നിൽക്ക്, നിനക്ക് ഇവിടെ ഒരു ഭാവിയുണ്ട്. നീ ഒരു കാര്യം ചെയ്യും, നീ ഒരു MBA ഡിഗ്രിയും കൂടെ എടുത്തിട്ട് നീ നിന്റെ കാര്യങ്ങൾ പെർസ്യൂ ചെയ്യുക എന്നുള്ളൊരു തോട്ട് എൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുവന്നു. അങ്ങനെ ഞാൻ MBA പഠിക്കാൻ പോയി. 2 വർഷം കഴിഞ്ഞു. ഇപ്പൊ റീസെന്റ് 2024 CET നിന്നാണ് ഞാൻ MBA പാസ് ഔട്ട് ആവുന്നത്. അതിനുശേഷമാണ് ഈ പറയുന്ന പോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ശുദ്ധചക്ര എന്ന് പറയുന്ന സ്റ്റീംഡിന്റെ ഫുഡ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ നമ്മുടെ ഇവന്റ് മാനേജ്മെന്റ് കമ്പനിയായിട്ട് റിവ്യം സ്റ്റോറീസും, അതും ഈ പറയുന്ന MBA ആ ഒരു ഫൈനൽ പരിപാടി സമയത്താണ് സ്റ്റാർട്ട് ആവുന്നത്. പിന്നെ ഈ പറയുന്ന ക്വാളിറ്റിയുടെ ജ്യൂസ് ഷോപ്പ് ആണെങ്കിലും എല്ലാം ഈ പറയുന്ന ഒരു കാലഘട്ടത്തിന് ശേഷമാണ് തുടങ്ങുന്നത്. ആക്ച്വലി ഞാനിങ്ങനെ ഒരു വ്ളോഗിങ് തുടങ്ങുന്നതിന്റെ പിന്നിലെ കാരണം, ഈ കഥ ഞാൻ ഭയങ്കര ബ്രീഫായിട്ട് സംസാരിച്ചെങ്കിലും ഇത് തുടങ്ങുന്നതിന്റെ പിന്നിലുള്ള റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് തോന്നുന്നു എന്നെപ്പോലെ കഷ്ടപ്പെടുന്ന ഒരുപാട് ഫാമിലീസ് ഉണ്ട്. അവർക്കിങ്ങനെ ഒരു മകനുണ്ടാവാം, മകളുണ്ടാവാം, ആരോ അവർക്കിങ്ങനെ രക്ഷപ്പെടണമെന്നുള്ള പലതരത്തിലുള്ള ആഗ്രഹങ്ങൾ കാണും. ഞാൻ പറയുന്നത്, എൻ്റെ പണ്ടത്തെ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ എന്നെ കണ്ടിരുന്നെങ്കിൽ ഞാൻ എങ്ങനെ ഇവിടെ എത്തി എന്നുള്ള ഇത് നിങ്ങൾ എന്തായാലും ചിന്തിക്കുകയെങ്കിലും ചെയ്യും. ഞാൻ പറയുന്നത്, ഇനിയെങ്കിലും അറ്റ്ലീസ്റ്റ് ഇനിയെങ്കിലും എനിക്ക് പലർക്കും വേണ്ടി ഞാനൊരു എക്സാമ്പിൾ ആയിട്ട് ഒന്നും ഇല്ലായ്മയിൽ നിന്നിട്ട് ഇതുവരെ എത്തി എന്നുള്ളൊരു എക്സാമ്പിൾ ആയിട്ട് എനിക്ക് നിലനിൽക്കണം എന്നൊരാഗ്രഹമുണ്ട്. അതൊക്കെ ഇനി ഡോക്യുമെന്റ് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. ഈ പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ പടക്കത്തിൻ്റെ ഒക്കെ ആണെങ്കിലും ഞങ്ങൾ ഈ തുടങ്ങുന്നത് തൊട്ട് ഫിനിഷ് വരെ ഞങ്ങൾ ഫേസ് ചെയ്ത ചാലഞ്ചസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം ആരും പുറത്തറിയണം എന്ന് പോലും ഇല്ല. ഞങ്ങൾക്ക് തന്നെ ചിലപ്പം ഒരാളുടെ അടുത്ത് പറയുമ്പം ആള് വിശ്വസിക്കുമോന്ന് അറിയത്തില്ല. പക്ഷെ ഇതൊക്കെ ഡോക്യുമെന്റ് ചെയ്തിരുന്നുവെങ്കിൽ എല്ലാവർക്കും ഒരു എക്സാമ്പിൾ സെറ്റ് ചെയ്യാറ്. അടുത്ത പ്രാവശ്യം ഞാൻ ഈ പറയുന്ന പോലെ ആ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് എൻ്റെ വരെ ഇത്ര രൂപ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കാണിച്ചിരുന്നുവെങ്കിൽ എനിക്കൊന്ന് ഇനി വളർന്നു വരുന്ന കുട്ടികൾക്കാണെങ്കിൽ അതിനെ ഒരു റെഫറൻസ് പോയിന്റ് ആക്കിയിട്ട് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് ആ കാര്യം ചെയ്യാൻ പറ്റും. അപ്പൊ ആ ഒരു തോട്ടിൽ നിന്നാണ് എനിക്കിങ്ങനെ ഒരു കഥ പറയണം എന്ന് തോന്നിയത്. ഈ ചാനലിൽ നിന്ന് എന്ത് എക്സ്പെക്ട് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ നേരത്തെ ട്രഷറിന്റെ വീഡിയോ ഒക്കെ ചെയ്തതുപോലെ പലതരത്തിലുള്ള എക്സൈറ്റിംഗ് ആയിട്ടുള്ള കുറെ ഇതുവരെ ഒന്നും കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള കുറച്ച് വീഡിയോസ് ചെയ്യണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. അതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ ഒരു പേഴ്സണൽ ജേർണി എനിക്കൊന്ന് വളരെ സീരിയസ് ആയിട്ട് ഡോക്യുമെന്റ് ചെയ്യണമെന്നുണ്ട്. അതേപോലെ തന്നെ ഈ ബിസിനസ്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിന്റെ സ്കെയിലിങ്, അതെങ്ങനെയൊക്കെയാണ് അതിന്റെ ഡീലിങ്സ്, പിന്നെ പോകുന്ന ജേർണിയിലുള്ള പല പേഴ്സണാലിറ്റീസ് ആയിട്ടുള്ള ഇന്ററാക്ഷൻസ് കാര്യങ്ങളെല്ലാം എനിക്കൊന്ന് ഡോക്യുമെന്റ് ചെയ്യണമെന്നുണ്ട്. അപ്പം ഈ ജേർണിയിൽ നിങ്ങൾ എന്നോടൊപ്പം കാണുന്നുള്ളൊരു വിശ്വാസത്തോടു കൂടിയും, പിന്നെ ഈ വീഡിയോയ്ക്ക് പൂർണ്ണമായിട്ടുള്ള ഒരു ജസ്റ്റിഫിക്കേഷൻ ഞാൻ ചെയ്തു എന്നുള്ളൊരു വിശ്വാസത്തിൽ ഞാൻ ഈ വീഡിയോ ഇവിടെ സെൻഡ് ചെയ്യാണ്. അപ്പോൾ എല്ലായ്പ്പോഴും പറയുന്ന പോലെ, ഫിക്സ് യുവർ മൈൻഡ്.